എറണാകുളത്ത് വീണ്ടും ലത്തീൻ വോട്ടുകളിൽ കണ്ണുവെച്ച് ഇടത് വലത് മുന്നണികൾ. സഭാ വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലത്തിൽ ലത്തീൻ അംഗങ്ങളെയാണ് ഇത്തവണയും ഇരു മുന്നണികളും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതേസമയം ഈ തിരഞ്ഞെടുപ്പിൽ ജാതി സമവാക്യങ്ങൾ പൊളിച്ചെഴുതുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന 1957 ലത്തീൻ സമുദായത്തിന് പുറത്തുനിന്നും ഒരാൾ എറണാകുളത്ത് വിജയിച്ചത്. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന AM തോമസ്. 1962 തെരഞ്ഞെടുപ്പിലും AM തോമസ് വിജയിച്ചു. 1967 ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന V വിശ്വനാഥ മേനോനാണ് രണ്ടാമൻ. 71 മുതൽ പിന്നീട് ഇങ്ങോട്ട് ലത്തീൻ സമുദായ അംഗത്തെ മാത്രമാണ് മണ്ഡലം പിന്തുണച്ചത്. 1971 77 ഹെൻറി ഓസ്റ്റിനും 80 സേവ്യർ അറക്കലും 84 മുതൽ 91 വരെ KV തോമസും ജയിച്ചു കയറി. 96 തെരഞ്ഞെടുപ്പിൽ UDF വിട്ട് LDFിലെത്തിയപ്പോഴും സേവ്യർ അറക്കലിനെ എറണാകുളം കൈവിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായ സെബാസ്റ്റ്യൻ പോളാണ് ജയിച്ചത്. അന്ന് LDFിന് തുണയായതും ലത്തീൻ പരിഗണന. 98 UDF സ്ഥാനാർത്ഥിയും ലത്തീൻ സഭാംഗവുമായ ജോർജ് ഈഡൻ മണ്ഡലം തിരിച്ചുപിടിച്ചു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിർണായകമായത് ലത്തീൻ വോട്ടുകളാണ്. രാജ്യസഭയിലെ മികച്ച MPമാരിൽ ഒരാളായിരുന്ന P രാജീവിനെയാണ് LDF മത്സരത്തിനിറക്കിയത്. UDFിൽ നിന്നും ഹൈബി ഈഡനും NDAയ്ക്ക് വേണ്ടി അൽഫോൺസ് കണ്ണന്താനവും കളത്തിലിറങ്ങി. ലത്തീൻ മേൽക്കോയ്മ തുണച്ചതിനാൽ ഹൈബി ഈഡൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 1,69,053 വോട്ടിന്റെ ഭൂരിപക്ഷം. പോൾ ചെയ്തതിൽ 59.79% നേടിയാണ് ഹൈബിയുടെ വിജയം. 2024 ആയതോടെ ലത്തീൻ അംഗത്തെ തന്നെ ഇറക്കിയാണ് LDF UDF സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡനെ നേരിടുന്നത്. KJ ഷൈൻ ടീച്ചറാണ് LDFിന്റെ സ്ഥാനാർത്ഥി. NDAയ്ക്ക് വേണ്ടി ഡോക്ടർ KS രാധാകൃഷ്ണനും മത്സരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലും ലത്തീൻ സമുദായങ്ങളെ തന്നെയാണ് ഇടതു വലതു മുന്നണികൾ കളത്തിലിറക്കിയത്. ഇപ്രാവശ്യമെങ്കിലും മണ്ഡലം മാറി ചിന്തിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. കിരൺ കുമാർ, ജനം, കൊച്ചി.